വരട്ടെ, ചെവിയെല്ലാം തുറന്നു വരട്ടെ, ചെവിയെല്ലാം കേട്ടു വരട്ടെ എന്ന് പറഞ്ഞപ്പോ ഈ ഇടത്തെ ചെവിയില്ലേ, അതിനകത്തേക്ക് ഇങ്ങനെ കറണ്ട് കയറുന്ന ഞാൻ കണ്ടു. വാ ചോദിക്കട്ടെ. ഓ, ബ്ലഡ് സർക്കുലേഷന്റെ വേരിയേഷൻ കൊണ്ടാ ഇതിങ്ങനെ ആയതാ. കണ്ണടച്ചു. കർത്താവിന്റെ സർജറി ഇപ്പൊ ഈ ചെവിയിൽ നടക്കുകയാണ്. കണ്ടോണേ നിങ്ങളെ. ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ജോണി സൗഖ്യമാകുന്നു പറയുന്നു. ജോണി ആരാ? ഞാൻ ആരാ ഏട്ടാ? ഭർത്താവാ? അയാൾ സൗഖ്യമാകുന്നു. ഹായ് ഗൈസ്, എല്ലാവർക്കും മതസൗഹാർദ്ദ ഊക്ക് പാർട്ട് 4 സ്വാഗതം. ഇതിന് മുമ്പത്തുള്ള ഊക്കൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയിട്ടാണെങ്കിലും കാണാം. ഓക്കെ, നിങ്ങളുടെ അയലോക്കംകാരിക്ക് ഇടത്തെ ചെവിക്ക് പ്രശ്നമുണ്ടല്ലോ, എണീറ്റ് വാ. പിടിക്കുന്നല്ല ഇന്ന് സൗഖ്യം നടക്കുക. ചില നേരത്ത് ഇങ്ങനെ കർത്താവ് ഇറങ്ങി നീക്കുക. വർഷങ്ങളായിട്ട് ചെവി കേൾക്കുകയല്ലാത്ത വർഷങ്ങളായിട്ട് ചെവി കേൾക്കത്തില്ലെന്ന് ചെവി കേൾക്കാത്ത ആളോട് തന്നെ ചോദിച്ചിട്ട് ചെവി കേൾക്കാത്ത ആള് തന്നെ റിപ്ലൈ. വർഷങ്ങളായിട്ട് ചെവി കേൾക്കുകയല്ലാത്ത എന്താ ഒരു അത്ഭുതം. അയ്യോ, ഈ പുള്ളിക്കാരിയെ പിടിച്ചപ്പോഴാ അയലോക്കംകാരിയെ കണ്ടേ. അയലോക്കംകാരിയെ കണ്ടപ്പോഴാ പെട്ടെന്ന് കർത്താവ് എന്നോട് പറയുന്നത് ഇതിന്റെ അകത്ത് ഒന്നും ഇല്ലെന്ന്. എടാ, നിന്റെ തലയ്ക്കകത്ത് വല്ലതും ഉണ്ടോ? ഞങ്ങളുടെ തലയ്ക്കകത്തൊക്കെ അത്യാവശ്യം മൂളയുണ്ട്. സംഗതിയൊന്നും ഇതിന്റെ അകത്ത് ഇല്ല. അപ്പൊ രണ്ടുപേരുടെ എങ്ങനെ സൗഖ്യമാണല്ലേ? അയലോക്കംകാർ രണ്ടുപേരുടെ പാട്ടൊക്കെ പാടിപ്പോട്ടെ ഇപ്പൊ തന്നെ. നാമത്തിൽ നിറയട്ടെ. കഴിഞ്ഞ തൊട്ട് നോക്കിയോ അവിടെ? ശരിയായില്ലല്ലോ. എന്നാ പറയാനാന്ന് ആലോചിക്കണേ. ഇതൊന്നും നമുക്ക് പറഞ്ഞു ജയിക്കാൻ പറ്റത്തില്ല. ഓടാ, പോയി പണിയെടുത്ത് തിന്നടാ. ആരാ ഇവനെയൊക്കെ തീറ്റിക്കുന്നേ? How to pray in 3 easy steps. Assalamu alaikum wa rahmatullahi wa barakatuh. Salatul Fajr, Salatul Dhuhr. Allahu Akbar. High-tech. A'udhu billahi minash shaitanir rajim. Wow. ഇതെനിക്കിഷ്ടായി. Bismillahir rahmanir rahim. Alhamdulillahi ഡയറക്റ്റ് അങ്ങോട്ട് അള്ളാടെ അടുത്തേക്ക് എത്തും. rabbil alamin. മെമ്മറി കാർഡ് ആക്കി തന്നതായിരിക്കും ഇല്ലയോ? Ar-Rahmanir Rahim. ഇതൊക്കെ എങ്ങനെയല്ലേ? എപ്പോഴാ അയാളുടെ സാധനങ്ങളൊക്കെ മോഷണം പോയപ്പോ അയാള് വന്ന് ഈ കുരിശുവള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അയാളുടെ സാധനങ്ങളൊക്കെ ആ എടുത്തോണ്ട് പോയ ആള് ഭ്രാന്ത് പിടിച്ചിട്ട് തിരിച്ചു കൊണ്ട് തന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആളുകൾക്ക് വിശ്വാസം കൂടിയിട്ടുമുണ്ട്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പള്ളിയാണ് അത്. കൊള്ളാം. അങ്ങനെ മോഷണം പോയ സാധനങ്ങൾ തിരിച്ചു കിട്ടാനും കാര്യസാധ്യത്തിനും ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പള്ളിയായിട്ട് മാറി നമ്മുടെ പ്രാന്തൻ കുരിയച്ചന്റെ പള്ളി. എന്ത് കുരിയച്ച്? നമ്മുടെ പ്രാന്തൻ കുരിയച്ചന്റെ പള്ളി. പ്രാന്തൻ കുരിയച്ചെന്നും പേര് വിട്ടു വെച്ചേക്കണം പ്രാന്തന്മാര്. എന്റെ ദൈവമേ. ചേച്ചി, ഇവിടുത്തെ വഴിപാടൊക്കെ എന്തൊക്കെയാ? വഴിപാട് സാധാരണ അമ്പലത്തിലല്ലേ? വഴിപാട് നമ്മള് അവിടെ കുരിശിന്റെ ആണിലൂടെ ഒരു മാല വെച്ചിട്ടുണ്ട്. ശരിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് ഒന്നെങ്കിൽ കാണാതെ വസ്തുക്കള് നമുക്ക് കണ്ടുകിട്ടും, വെറുതെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത്, അല്ലെങ്കിൽ ഇത് മോഷണമാണ് പോയതെങ്കിലേ ഇത് എത്ര ഫോണല്ലേ നിങ്ങളുടെയൊക്കെ കാണാണ്ട് പോയേക്കണത്. എവിടെയെങ്കിലും വെച്ച് ആ സാധനം തിരിച്ചു കിട്ടും. വിട്ടോ ഭ്രാന്തന്മാരുടെ അടുത്തേക്ക് വിട്ടോ. സമയം എനിക്ക് പെട്ടെന്ന് പോണം. എന്നാ പെട്ടെന്ന് നോക്കി വിട്ടേക്കാം. ഞാൻ എല്ലാരോടും പറയാം, ഒരാളും എന്റെ കൈ പിടിക്കരുത്. നിങ്ങളോട് എന്റെ കൈ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വണ്ടി കയറി ഞാൻ നേരെ മേറ്റുംപുറത്ത് പോവാ. എനിക്ക് മേറ്റുംപുറം ഉപ്പാടത്ത് വരെ പോണം. ഞാൻ അവിടെ വ്യാഴാഴ്ച പോയി. വെള്ളിയാഴ്ച രാവിലെ ഞാൻ ഉറങ്ങൂലല്ലോ. എന്താ നീ മൂങ്ങയാണോ? അപ്പൊ അതുകൊണ്ട് നേരെ അങ്ങോട്ടാണ്. ആരും എന്റെ പുറകെ വരണ്ട, എന്റെ കൈ പിടിക്കണ്ട, എനിക്കത് ഇഷ്ടവുമല്ല. നിനക്ക് ഇനോവ തന്നവന് നിന്റെ ചന്തയിലൊക്കെ കയറി പിടിക്കാല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ സാജനിക്കാണ്. പൈസ ഇങ്ങോട്ട് വരുന്നവന്റെ ഒക്കെ മേത്ത് നീ അങ്ങോട്ട് കയറി പിടിക്കും അല്ലേ? എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ആളാണ്. അൽഹംദുലില്ലാഹ്. എങ്ങനെയാ നിന്നെ സ്നേഹിക്കുന്നേ? വലിയ ബിസിനസ് ഒക്കെ നടത്തുന്ന ആളാണ്. അതിനൊന്നും നിനക്ക് യാതൊരുവിധ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഇല്ല. നിന്റെ മേത്ത് ആരെങ്കിലും വിശ്വാസപൂർവ്വം വന്നേച്ചും തൊട്ട് കഴിഞ്ഞാൽ അത് മാണങ്ങൾ, അത് വേറെ കാര്യം. ഇന്ന് അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ഇന്നോവ എനിക്ക് തരാൻ വേണ്ടി വന്നതാണ്. അള്ളാഹു ഖൈറും ബർക്കത്തും റാഹത്തും നൽകുമാറാകട്ടെ. എല്ലാവിധ വിഷമങ്ങളും മാറ്റി കൊടുക്കും. നിന്റെ വിഷമം മാറ്റി തരട്ടെ. ഈ ഒരു കാർ എടുക്കുന്നത് കൊണ്ട് എനിക്ക് കൊണ്ട് തരികയല്ലേ. ഇൻഷാല്ലാഹ് കാര്യങ്ങൾ ഉസ്താദിന്റെ നല്ലൊരു ചങ്ങായി കൂടെയാണ്. ഉസ്താദിനെ എന്റെ ഇന്നോവ ഞാൻ
മനസ്സിറങ്ങി നമുക്ക് സ്നേഹത്തോടെ വിളിക്കാം. അല്ലെങ്കിൽ അവനൊന്നും വേണ്ട, അവൻ പറയും അങ്ങ് ദുനിയാവിലുണ്ടെന്ന്. അള്ളാഹു എല്ലാവിധ ഹൈറും. ആരും എന്റെ പുറകെ വരണ്ട, എന്റെ കൈ പിടിക്കണ്ട, എനിക്കത് ഇഷ്ടവുമല്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ബിസിനസ് ഇതിനേക്കാളും വിജയിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം ഞങ്ങൾക്ക് ഇതല്ലേ പണി. കേട്ടോ. അപ്പൊ ഇന്നു മുതലേ ഞാൻ എന്റെ കൈ പിടിക്കണ്ട, എനിക്കത് ഇഷ്ടവുമല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ വണ്ടിയിലായിരിക്കും. എങ്ങനെ ഇരിക്കണ്? ഇവനാണ് നേരത്തെ കടന്ന് പൊലമ്പിക്കൊണ്ടിരുന്നവൻ. ഞങ്ങളുടെ ഈ സ്നേഹബന്ധം അള്ളാഹു സ്വർഗത്തിലെത്തിക്കണം. പെട്ടെന്ന് എനിക്ക് പോണം. അതൊക്കെ ആരടാ മൈക്ക് വെച്ച് വന്നത്? റഹ്മത്തുള്ള കാസിമിക്കും ചാട്ടം പേച്ചപ്പോ അവസാനം വീണത് തീട്ടത്തിലാണ് എന്ന് ആമുഖമായി സൂചിപ്പിക്കാണ്. ആണ്. രാജാവ് തൂറിയാലും തീട്ടാണ്, കുബേരൻ തൂറിയാലും തീട്ടാണ്, അതേ മസ്തൂരി തൂറിയാലും. ഇത് പറയുന്ന താനൊരു ഇവനൊക്കെ മൈക്ക് വെച്ച് കൊടുക്കുന്നവരെ സമ്മതിക്കും. രാജാവ് തൂറിയാൽ സ്വർണ്ണത്തീട്ടം, കുബേരൻ തൂറിയാൽ വെള്ളിത്തീട്ടം. ഓരോരോ പട്ടിത്തീട്ടങ്ങളെ. ഇവന്മാരെല്ലാവരും ഇങ്ങനെ തന്നെയാണോ? എന്തുവാ റാം ഉഫ്, ഭയങ്കരം ഏച്ചു പൊടിയിടുന്നു. അവിടെ കടലമ്മ കള്ളി എന്നൊക്കെ ചെറുപ്പത്തിൽ എഴുതി വെക്കുമായിരുന്നു. അപ്പൊ കടലമ്മ ദേഷ്യം കാരണം കയറി വരാൻ നോക്കും, പക്ഷെ നടക്കത്തില്ല. ഇത് ഏതെങ്കിലും ഒരു പോയിന്റില് തിരവെന്ന് വെച്ച് അടിച്ചിട്ട് പോകും. അതിനു മുമ്പ് അവൾ തൂത്തും കളഞ്ഞു. എന്തൊരു വിവരമില്ലായ്മയാന്ന് ആലോചിക്കും. അതൊക്കെ ആരെങ്ങനെ വളർത്തിക്കൊണ്ട് തന്നെ ഇതിനെയൊക്കെ. കോമൺ സെൻസ് ലെഫ്റ്റ് ചാറ്റ്. ഇതെന്തണ്ടി കൊറോണ വൈറസിന് തൊക്കണ്ടി അല്ലടാ, നിന്റെ അച്ഛന്റെ തൊക്കണ്ടി കൊറോണ വൈറസിന് തൊക്കണ്ടി. മദ്രസ ക്ലാസ് ആണെന്ന് അറിയാൻ പാടില്ല. ആ പിള്ളേരുടെ ഫോണെല്ലാം മേടിച്ച് അടിച്ച് പൊട്ടിച്ച് കളയുന്നു. എൻ്റെ ഒക്കെ തന്ത മേടിച്ച് കൊടുത്താണ് ഈ ഫോൺ അടിച്ച് പൊട്ടിച്ച് കളയാനായിട്ട്. കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നതിൽ നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. അല്ലെങ്കിൽ അതിൻ്റെതായ പ്രായത്തിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവരതിൻ്റെ ആ ഒരു സീരിയസ്നെസ്സിൽ കൊണ്ടുപോയിക്കോളും. ഇത് കാണാൻ നിങ്ങളൊക്കെ ഫോൺ ഉപയോഗിക്കുന്നവർ തന്നെയല്ലയോ? 17 വയസ്സുള്ള കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ പാടില്ല, പക്ഷെ 17 തികയാത്ത പെൺകുട്ടികളെയൊക്കെ വിവാഹം കഴിച്ച് ഭാര്യയാക്കാം. വാവ്. ഒരു പുരുഷന്റെ ഏറ്റവും വലിയ ഭംഗിയാണ് താടി എന്നുള്ളത്. ഒരുപാട് ചെറുപ്പക്കാർ താടിയില്ലാത്ത വിഷമിക്കുന്നവരുണ്ട്. താടിയുള്ളവരെ കാണുമ്പോൾ മാനസികമായ വിഷമം അനുഭവപ്പെടുന്നുണ്ട്. താടിയില്ലാത്ത വിഷമിക്കുന്നവർക്ക് നല്ല സൗന്ദര്യമുള്ള താടി വളരാനുള്ള ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ ഉപകാരം. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ മസാജ് റോളർ കൊണ്ട് നിങ്ങളുടെ താടിയുടെ ഭാഗത്ത് ഒരു 2 മിനിറ്റ് മസാജ് ചെയ്തുകൊണ്ട് എണ്ണ എടുത്തുകൊണ്ട് 21 പ്രാവശ്യം സ്വലാത്തു തിബ് മന്ത്രി ചൂതിക്കൊണ്ട് മുഖത്തേക്ക് പുരട്ടുക. ഇങ്ങനെ 41 ദിവസം ചെയ്താൽ നിങ്ങൾക്ക് വലിയ മാറ്റമുണ്ടാകും. ഇവൻ എന്റെ കൈ കിട്ടിയിരുന്ന എന്റെ മോന്തയ്ക്ക് മൊത്തം ഞാൻ താടി വെച്ച് കൊടുക്കാൻ. ഈ വീഡിയോ താടിയില്ലാത്ത വിഷമിക്കുന്ന നിന്നെ പോലെ തന്തയില്ലാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാല്ലേ. വിശ്വാസത്തിന്റെ മൂർധന്യാവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ്. റോഡ് റോളർ കയറ്റി ഇറക്കടാ, എല്ലാം തീരട്ടെ. ഒരുത്തന്റെ കാല് പോവും തോന്നണം കേട്ടോ. നടുവീ കൂടെയാ കയറ്റി ഇറക്കാൻ പോണേ. എന്റെ കാലേ കൂടി നോർത്ത് മൊത്തം പാണ്ടി കരിമ്പാറ ആണങ്ങളാണ്. താടി മീശയൊക്കെ ഉള്ള മൂർഖനാ. അവന്റെ ചന്തിക്കിട്ടൊരു കൊത്തു വെച്ച് കൊടുക്കായിരുന്നു. ഇപ്പൊ ഒരു പാമ്പിനെ ഇട്ട് കൊടുത്ത് ഞാൻ എഴുന്നേറ്റ് ഓടും. പുറയിരിക്കുന്ന ചേച്ചിക്ക് ഒരു തരണ്ട് ചിരി വരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് ചിരി വരാതിരിക്കും. ഇത് കോമഡി എന്നാ അറിയാവോ? ഇതൊക്കെ കാണുമ്പോഴേക്കും കുറേ എണ്ണങ്ങൾ കമൻറ്റ് ബോക്സ് വന്നു വെച്ചും പ്രൗഡ് ടു ബി എ മുസ്ലിം, പ്രൗഡ് ടു ബി എ ക്രിസ്ത്യൻ, പ്രൗഡ് ടു ബി എ ഹിന്ദു, ഇവറ്റകളെല്ലാം കാണിച്ചു കൂട്ടുന്നതാണ് ഈ കാണുന്നത് കേട്ടോ.
എല്ലാത്തിനുമുള്ള ത്രിയേക ഊക്കാണ് ഞാനിവിടെ തന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കും ഒരു കുറവും വരുത്താതെ ഞാൻ തരും. അതുകൊണ്ട് ആരും മോശമൊന്നുമല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ പേരിൽ തർക്കിച്ചൊന്നൊരു കാര്യവുമില്ല. ആ സർബത്തുണ്ടാക്കുവോ തുപ്പി തുപ്പി? യവൻ ആരാ? ഇതൊക്കെ വിശ്വസിക്കുന്ന മണ്ടന്മാരെ എന്താ ചെയ്യുക? തുപ്പിക്കാതെ തുപ്പിക്കിട്ടാൻ വേണ്ടി ആൾക്കാർ ആ ഒരു സന്തോഷം കണ്ട എല്ലായിടത്തും ഉണ്ട് കേട്ടോ, ഇവിടെ മാത്രമല്ല. ഭ്രാന്തന്മാരുടെ ഒരു ഗ്രൂപ്പ്. നിങ്ങൾക്ക് വേണ്ടി ഒരു വെടി വെക്കാം. കുടുംബ വെടി. വെടി വഴിപാടിന് പൈസ, വെടി വഴിപാടിന് പല പല പൈസ. വെടി പൊട്ടിച്ചാൽ ദൈവം കേൾക്കും. കുടുംബ വെടി അത് കാർത്തിക് സൂര്യ വ്ളോഗ്സിന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ്. എല്ലാം പൈസയിൽ കൊണ്ടുവന്ന് അവസാനം എത്തിക്കുവന്മാര്. എന്റെ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട്. ഓക്കെ ശരി. അമ്പലത്തിലാണേലും പള്ളിയിലാണേലും ഈ വക സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. കഞ്ഞിയും പയറും മൂണും സദ്യയൊക്കെ. എന്നിട്ട് ഈ ഒരു സൈഡിൽ കൂടി ഇങ്ങനത്തെ കുറെ പരിപാടി. ഏത് 10 ലക്ഷം ഉണ്ടാക്കിയിട്ട് 5,000 പോയെന്ന് പറഞ്ഞാൽ ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. ഏത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അമ്പലങ്ങളൊക്കെ കൂടുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? മതമല്ല മനുഷ്യനാണ് വലുതെന്ന് തെളിയിച്ച നിമിഷങ്ങൾ. മകളുടെ വിവാഹം നടത്താൻ സഹായം തേടുക മാത്രമാണ് ചേരാവള്ളി സ്വദേശി ബിന്ദു ചെയ്തത്. മതം നോക്കാതെ ആ ആവശ്യം പള്ളി കമ്മിറ്റി ഏറ്റെടുക്കുകയായിരുന്നു. ഇതൊക്കെ പറയാതിരിക്കാൻ വയ്യ. ഇതൊക്കെ ഇവർ ചെയ്യുന്നത് ശരിക്കും കൈയ്യടി നേടേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ളവരും ഉണ്ട് എന്നുകൂടി ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി കാണിക്കുവാണ്. അങ്ങനെ എല്ലാവരും താഴ്ത്തി കെട്ടുമല്ല. പള്ളി അങ്കണത്തിൽ വെച്ച് ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരായി. അവർക്ക് കെട്ടാനായിട്ടൊരു ഹാളില്ലാത്ത മുസ്ലിംസ് എല്ലാം കൂടി ചേർന്ന് അവരുടെ പള്ളിയുടെ അവർ തന്നെ അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. ഇതല്ലേ റിയൽ മത സൗഹാർദ്ദം. നാട്ടുകാർ മത്സരിച്ചാണ് പള്ളിയിലെത്തി വിവാഹിതർക്ക് മംഗളാശംസകൾ നേർന്നത്. മതത്തിന്റെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് രാജ്യത്തിന് തന്നെ മാതൃകയായി ഈ വിവാഹം നടന്നത്. വേറെ കാരണങ്ങളൊക്കെ ഉണ്ട്. അയ്യോ ഹറാമാണേ. നിസ്കരിക്കണം ആവശ്യപ്പെട്ട് കുറച്ച് കുട്ടികൾ നമ്മുടെ പള്ളിയുടെ മുറ്റത്ത് വന്നിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു, ഇവിടെ ഇത് അങ്ങനെ നിസ്കരിക്കാനുള്ള സ്ഥലമല്ല, നിങ്ങൾ ഇപ്പോൾ സ്കൂൾ സംബന്ധമായ കാര്യങ്ങൾ സ്കൂളിലേക്ക് പോകാൻ പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയും അവർ പോവുകയും ചെയ്തിരുന്നു. പക്ഷെ ഒരു അധ്യാപനടക്കം കുറച്ച് കുട്ടികൾ മഠത്തിൽ ചെല്ലുകയുണ്ടായി. മഠത്തിൽ ചെന്ന് അവിടെ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവർക്ക് നിസ്കരിക്കണം അവിടെ ആവശ്യപ്പെട്ട് അവർ ആൾക്കാർ വന്ന് അവരോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവരത് പറ്റത്തില്ല, മഠത്തിൽ അങ്ങനെ പ്രൈവറ്റ് സ്ഥാപനമാണ്, അവിടെ ആർക്കും പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവർ പറഞ്ഞെങ്കിലും ആദ്യം അവർ പോകാനായിട്ട് കൂട്ടാക്കിയില്ല. ആ സമയത്ത് മഠത്തിലെ ജൂനിയർ സിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. സിസ്റ്റർ മദറിനെ വിളിക്കുകയും വിളിച്ച് മദർ സ്കൂളിലായിരുന്നു. സ്കൂളിൽ നിന്ന് മദർ പോലീസെ പറഞ്ഞു വിടുകയും ചെയ്തു. പോലീസ് വന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ ഒന്നും അനാവശ്യ വാക്കുകളൊക്കെ അവർ പറഞ്ഞു. അത് അങ്ങനെ ഒരു ഇതേ ഉണ്ടായിട്ടുള്ളൂ. അവരവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും പോലീസ് അവരെ കൂട്ടിക്കിട്ട് പോവുകയും ചെയ്തു പുറത്തേക്ക്. മറ്റ് തരത്തിലുള്ള അതിനൊരു വിഷമമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. എങ്കിലും അവർക്ക് തൊട്ടടുത്ത് തന്നെ പള്ളികളുണ്ട്. 2 പള്ളികൾ തൊട്ടടുത്ത് തന്നെ, ഈ മഠത്തിന് തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്. അവിടെ പോയി പ്രാർത്ഥിക്കേണ്ട, അവർ ഇങ്ങോട്ട് വന്ന് പ്രാർത്ഥിക്കേണ്ട, മഠത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവന്മാർക്ക് സ്വന്തമായിട്ട് നിസ്കരിക്കാനൊന്നും വേറെ സ്ഥലമില്ലേ? അപ്പൊ എന്തൊരു അസ്വസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോ എന്ന് നമുക്ക് അറിഞ്ഞു. മഠത്തിൽ തന്നെ പോയി നിസ്കരിക്കണോ വിടലകളെ? ഇതിൻ്റെ ഇടയിൽ കുറേ എണ്ണങ്ങൾ വന്നുവെച്ചാൽ ഇവരെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. നിങ്ങൾക്ക് നിസ്കരിക്കാൻ നിങ്ങൾക്ക് പള്ളിയില്ലേ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ലേ? കണ്ട ട്രെയിനുകളിലും തിരക്കേറിയ സ്ഥലങ്ങളിലൊക്കെ പോയി ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പോയി നിസ്കരിക്കുക. ഇതൊക്കെ എന്തൊരു കുളത്തലാണ്. ആ വൈദികൻ പറഞ്ഞു കേട്ടില്ല, അവസാനം അവർ വന്ന് പോലീസ് പിടിച്ചോണ്ട് പോയപ്പോൾ അവർ 2 തെറിയും പിടിച്ചിട്ടാണ് അവർ പോയത്. അവരെ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ അനാവശ്യ വാക്കുകളൊക്കെ അവർ പറഞ്ഞു. ഇതൊക്കെ ആര് പഠിപ്പിച്ചതെന്നാണ്? ഇതൊക്കെ ഏത് മതത്തിൽ പഠിപ്പിക്കുന്നതാണ്? കഷ്ടം. ചർച്ചിന് കാശ് കൊടുക്കരുത്, ടൈത്ത് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നോണ്ട് അടിച്ചിറക്കുന്നവനുണ്ടെങ്കിൽ ഐ ക്യാൻസൽ യുവർ പ്രോസ്പെരിറ്റി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഐ ബ്ലോക്ക് ഇറ്റ്. പള്ളിക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ അവന്റെ അനുഗ്രഹം തന്നെ അങ്ങോട്ട് പാസ്റ്റർ അങ്ങോട്ട് ഇല്ലാണ്ടാക്കിക്കളായി. ഞാൻ പറഞ്ഞാൽ വിസ വരുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ മൈ വേർഡ് ഈസ് പവർഫുൾ. ദൈവമായിട്ട് അടുത്ത ഇടപാടുള്ള ആളാ. ചേച്ചി പോടെയായിരുന്നു. ചുമ്മാ ഉള്ളവരുടെ നല്ല വിശ്വാസം കൂടി കളയാൻ വേണ്ടി വന്നേക്കേ കുറേ എണ്ണങ്ങൾ. ഐ ബ്ലോക്ക് ഇറ്റ്. ആപ്ലിക്കേഷൻ വഴി ബ്ലോക്ക് ചെയ്ത് കളഞ്ഞ്. ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്നും കിട്ടത്തില്ല. നമ്മൾ മലയിറങ്ങി പമ്പയിൽ വന്നിട്ട് കുളിക്കാനോ കൈയും കാലും കഴുകാനോ പാടില്ല. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മല കയറിയ പുണ്യം നമ്മളെ വീട്ടിലാണ് എത്തേണ്ടത്. വീട്ടിൽ ചെന്ന് നമ്മൾ തേങ്ങയടിച്ച് അവിടെ ചെന്നിട്ട് ഒരു ഇലക്കഷ്ണം എടുത്തിട്ട് ഭഗവാന്റെ അടുത്തുനിന്ന് കൊണ്ടുപോയ ആ പ്രസാദം നമ്മളകത്ത് വെച്ച് കൊടുത്ത് ഈ നമ്മളെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടി ഈ
പിതൃക്കളെ തൃപ്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള മേഖലയിലേക്ക് നമ്മൾ നീങ്ങാൻ പാടും. ഇത് കഴിയുമ്പോഴേക്കും പിതൃക്കളെ വിളിച്ച് പറയും, കിട്ടിയിട്ടുണ്ടേ, പുണ്യം കിട്ടിയിട്ടുണ്ടേ. അതാണ് അതിൻ്റെ ഐതിഹ്യം. എന്നാലേ നമുക്ക് ഇത്രയും ദിവസം മാലയിട്ട് 41 വ്രതം എടുത്തിട്ട് നമ്മൾ മാലയിട്ട് പോയതിൻ്റെ ആ പുണ്യം നമ്മളെ പിതൃക്കൾക്കും കിട്ടി, നമ്മളെ വീടിനും കിട്ടി, എൻ്റെ തലക്കെട്ട് വരന്ന് കിട്ടും, നമ്മളെ കുടുംബത്തിനും കിട്ടി. എൻ്റെ പുണ്യാത്മാവേ. അതാണ് അതിൻ്റെ ഐശ്വര്യം. നമ്മളെ വീട്ടിൽ നിന്നും തേങ്ങ അടിച്ച് ആദ്യം ആ വായിലിരിക്കുന്ന ചുണ്ണാമ്പൊക്കെ ഒന്ന് മര്യാദ തുപ്പിക്കളഞ്ഞിട്ട് നന്നായിട്ട് പല്ല് തേക്ക് കേട്ടോ. പോരുമ്പോൾ ഇറങ്ങുമ്പോൾ നമ്മളെ പിതൃക്കളിൽ കൂടെ ഉണ്ടാവുന്ന കുറച്ച് വൃത്തിയൊക്കെ ആവാം പൂജാരിയാകുമ്പോൾ. അവർ നമ്മളെ ഭഗവാന്റെ പൂങ്കാവനത്തിലേക്ക് അവരെ കടത്തി വിടുകയാണ്. പിന്നെ ബാക്കി ഭഗവാനാ നോക്കുക. ശരി. അവൻ ആ ഫ്ലൈറ്റിൽ നിന്നിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാക്കി നിസ്കരിക്കുന്നു. യവന്മാര് മാത്രം എന്താ ഇത്രയും മൊണ്ണകളായി പോകുന്നത്? എവിടുന്ന് പഠിപ്പിച്ചു വിടുന്നാന്ന് കൂടി കാണണ്ടേ. आपने उठना नहीं है यहाँ से, ठीक है? आपने बैठे रहना है। ये जी टेक ऑफ के बाद से इसने ये हरकतें शुरू कर दी हैं। ये सारे पैसेंजर्स हैं, ये भी गवाह हैं। आप ये इनको भी तंग कर रहे हैं, बाकी मुसाफिर भी हैं, ये सब चीज देख रहे हैं, ये सब इसी को देख रहे हैं। कभी ये अजान देता है, कभी केबिन में लेट जाता है आयल में, और सारा सामान निकाल के अपना बाहर रख दिया। അവനെ പിടിച്ച് മാറ്റിയിരുത്തേന് അവൻ അവസാനം കാണിച്ചു കൂട്ടിയതാണോ? കാണിച്ചു തരാം. Time of departure from Peshawar, he was fine. I have a video. He was fine. Right after the takeoff, he act like this. डॉक्यूमेंट करूंगा. Don't do this. പിള്ളേരെ വളർത്തുമ്പോൾ കുറച്ചെങ്കിലും പിള്ളേരെ മതം ഇഞ്ചക്ട് ചെയ്യാണ്ട് വളർത്തും. അവന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്, അത് വേറെ കാര്യം. ശൂരംപടയുടെ എല്ലാം ഉണ്ടടാ ഇതിനകത്ത്. എന്റെ മോനെ, ഞാൻ ഒന്ന് പ്ലേ ചെയ്തോട്ടെ. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചു, റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. ഇത് കേട്ട് കഴിയുമ്പോൾ കയ്യടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ. പ്ലേ ചെയ്യേ.